ഹലോ ആൾ വെൽക്കം വെൽക്കം വെൽക്കം. ദേ മക്കളെ, നമ്മുടെ ഹിന്ദി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഹിന്ദി എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വന്നിരിക്കായിരിക്കും. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സാം? എല്ലാരും നന്നാക്കി എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒന്ന് കമന്റ് ചെയ്തേ. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നാക്കി എഴുതിയവര് എഴുതിയിട്ടുണ്ട് മിസ്സേ, ഇനി കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ മിസ്സിന്റെ അടുത്ത്. എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സാം? നന്നാക്കി എഴുതിയിട്ടുണ്ടായിരുന്നോ? മിസ് വളരെ ഹാപ്പിയാണ്. മിസ് ഫുൾ ഹാപ്പിയാണ്. കാരണം മിസ് പറഞ്ഞു തന്നിട്ട് വരുമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ സെയിം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. മിസ് ഹാപ്പിയാണോ? മിസ് വളരെ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ബിബിമോൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ ഹാപ്പിയാണോ? യെസ്, ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എക്സാം എഴുതിയിരിക്കുന്നത്? നമുക്ക് നോക്കിയാലോ ഒന്ന്. എക്സാം ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, അയ്യോ ഞാൻ എഴുതി തെറ്റിപ്പോയല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കാനോ ഒന്നിനും നിങ്ങൾ നിൽക്കേണ്ട. ജസ്റ്റ് എന്താണ്, നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, അടുത്ത എക്സാം മുതൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ആടാ. ഓക്കെ അല്ലേ? ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നന്നാക്കി എഴുതിയിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ നോക്കുകയാണ് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ദേ കറക്റ്റ് എങ്ങനെ വരും എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പക്ക നിങ്ങൾക്ക് വന്നിട്ടുണ്ടടാ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു? നിങ്ങളുടെ ഫൂൽ എന്ന് പറഞ്ഞ കവിതയിൽ നിന്നായിരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവിതയുടെ ഒരു പോർഷൻ തരും, കുറച്ച് ലൈൻസ് തരും, അതിൽ നിന്നായിരിക്കും താഴെ താഴെ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് സെയിം വന്നിട്ടുണ്ട്. സെയിം എന്താണ് വന്നിട്ടിരിക്കുന്നത്? യെസ്, കവിത അവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാ വന്നിരിക്കുന്നത് നോക്കാം നമ്മള്. ദേ കവിത ഇവിടെ ഉണ്ട്. ഓക്കെ, നോക്കിയേ മക്കളെ. ഓക്കെ, എന്താണ് അപ്പം വന്നിരിക്കുന്നത്? കവിതയുടെ ലൈൻസ് തന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗർ പൗൻസ്തേ ഹി ഉൻഹെ ഉഗാഡ് ഫേങ്കാ കിൻകോ. വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം പറിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു, ആരെയായിരുന്നു പറിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു ആ കവിതയിൽ എന്തിനായിരുന്നു പറിച്ചെറിഞ്ഞത്? നമ്മുടെ പ്ലാസ്റ്റിക് പൂവിനെ ആയിരുന്നു, അല്ലായിരുന്നോ? യെസ്. അപ്പൊ ദേ ഉത്തരം ഏതാണ്? കായാണ് ആൻസർ. സെറ്റ് അല്ലേ? എഴുതിയിട്ടില്ലേ മക്കളെ? നെക്സ്റ്റ് എന്താടാ? ഹമേഷ ദഗ്തേ രഹത്തെ ഹേ യേ ഫൂൽ. അത് നിങ്ങൾക്ക് ഡാർക്ക് ആക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അയാളാണ് അവിടുത്തെ മെയിൻ താരം. ക്വസ്റ്റ്യൻ എന്താണ്? കവിനെ ഏസാ ക്യോം കഹാ. എന്താണ്, എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതെന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവണം. അതെന്താ അതിന്റെ അർത്ഥം? എന്താണ്? ഹമേഷ ദഗ്തേ രഹത്തെ ഹേ യേ ഫൂൽ. എന്താണ്? ഫൂൽ എപ്പോഴും അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഒരേ ഒരു ഭാവത്തിൽ തിളക്കം മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? എന്താ അത്? പ്ലാസ്റ്റിക് പൂവാണ്. പ്ലാസ്റ്റിക് പൂവാണ്, അതിന് ഭാവമാറ്റങ്ങൾ ഒന്നും ഇല്ല അല്ലേ? ഒരു ചേഞ്ചും ഇല്ല. അതാണ്, ഒറ്റ വരി നിങ്ങൾ എഴുതി വെച്ചാ മതി. ഓക്കെ അല്ലേ? പ്ലാസ്റ്റിക് പൂ ആയതിനെ കൊണ്ട് ഭാവ വ്യത്യാസങ്ങളൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്താടാ? യെസ്, പൗച്ചാൻ കർ ലിഗേ. സ്ക്രീൻ കാണുന്നില്ലേടാ? പൗച്ചാൻ കർ ലിഗേ എന്താണ്? കോൻ സാ ക്രം സഹി ഹേ. നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതാണ് ശരിയായിട്ടുള്ള ക്രമം എന്ന് കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണെടാ ഇവിടെ വന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങൾക്ക് ഇവിടെ മിസ് പറഞ്ഞ പോലെ തന്നെ ഇതേ ഇവിടെ ബോക്സ് വന്നിട്ടുണ്ട്. ലെറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോയിലെല്ലാം മിസ് പറഞ്ഞിട്ടുണ്ട് പല തവണയായിട്ട്. എന്ത്? ഇങ്ങനെ ലെറ്റേഴ്സ് ആണ് വരുന്നത്. ആ ലെറ്റേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ ഏതാണ്? യെസ്. ഓക്കെ, എന്താടാ വന്നിരിക്കുന്നത്? ആദ്യത്തെ നോക്കി നിങ്ങള്. ചുപ്തേ ഹുയേ ഹേ എന്നാ വന്നിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? ചുപ്തേ ഹുയേ. മിസ് പറഞ്ഞു തരാം. നിങ്ങൾ ഇതിൽ കറക്റ്റ് ആൻസർ ദേ ഈ ക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഒന്ന് നോക്കി നോക്കിയേ. ക എന്നുള്ള ബോക്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇവിടെ ദേ ചായും ഈ ദായും നോക്കിയേ. ഇവിടെ ഏതാണ് ച എന്ന് പറയുന്നത്? ഇതാ ഒന്നാമത്തത്. ദാ ഇതാണ്. ഇത് രണ്ടുമാണ്. എന്താണ്? മൻമേ വ്യസ്ത ഉത്പന്ന ഹോനെ കാ സങ്കേത് ഹേ ചൂപ്തേ ഹുയേ ഹേ. എന്താണ്? മനസ്സിൽ ഇങ്ങനെ ഒരു 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 വിഷമം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അതിനിങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടുമാണ് മാച്ച് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്താടാ വന്നിരിക്കുന്നത്? ചായും തായുമാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? നിങ്ങൾ ലെറ്റർ നോക്കിയിട്ടാണ് മാച്ച് ചെയ്ത് എഴുതേണ്ടത്. ചായും തായുമാണ്. ദേ യെസ്, ഈ ചായും ഈ തായുമാണ് ആൻസർ. എന്താണ്? ബസന്ത് കെ ആഗമൻ കി സൂചന ഹേ. വസന്തം വരുന്നതിന്റെ ഒരു സൂചന എന്താണ്? ബഹറാന. വസന്തം വരുന്നതിന്റെ ഒരു സൂചന പുറത്തേക്ക് വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. ലാസ്റ്റ് അപ്പൊ ഏതാണ്? അസലി ഫൂലോം കി വിശേഷത. ഒറിജിനൽ പൂവിന്റെ വിശേഷത ഏതാണ്? ഈ ദായും
ഈജായും എന്താണ് സിൽന മുർജാന ഗിൽന മുർജാന എന്ന് പറഞ്ഞാൽ വിരിയുകയും വാടുകയും ചെയ്യുന്നത് ഒറിജിനൽ പൂവിന്റെ ഒരു എന്താണ് ലക്ഷണമാണ്. അത്രയേ ഉള്ളൂ. 3 മാർക്കാണ്. അത് കറക്റ്റ് ആക്കി എഴുതിയാലോ. ഓക്കെ, നെക്സ്റ്റ് എന്താടാ ജഡ്പട്ട് ഓർ നട്ട്കട്ട് ചാപ്റ്റർ ദേ മാറിയിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കിയാലോ. യെസ്, അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? സഹി വാക്യ ചുൻകർ ലിഖേ, എന്താണ് ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ശരിയായ വാക്യം. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കണം. 4 ഓപ്ഷൻ ഉണ്ട്. 4 വായിച്ചു നോക്കുക. എന്തൊക്കെയാണ്? ചോട്ടേ ബായി നദി മേ ബഹ് രഹി ഹേ, ചെറിയവൻ എന്താ ചെയ്യുന്നത്? വെള്ളത്തിൽ ഒഴുകിക്കൊണ്ട് പോയി, ഒഴുകിയിരിക്കുകയാണ്. ചോട്ടേ ബായി നദി മേ ബഹ് രഹേ ഹേ, നോക്കണം എന്താണ് ഈ ലാസ്റ്റിലാണ് ചേഞ്ച് വരുന്നത്. രഹി ഹേ, രഹേ ഹേ, രഹാ ഹൂം, രഹാ ഹേ. അപ്പൊ എന്താണ് ഇവിടെ? പുല്ലിംഗമാണ്. ചോട്ടാബായി പുല്ലിംഗമാണ്. പുല്ലിംഗം ആകുമ്പോൾ എന്താ വരിക? രഹ എന്നാ വരിക. സ്ത്രീലിംഗം ആകുമ്പോൾ രഹി എന്ന് വരും. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. രഹാഹേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? 5ാമത്തെ ക്വസ്റ്റ്യൻ. നട്ട്കട്ട് പാനി മേം ബഹ് ഗയാ ക്യോ, എന്താണ് അവൻ വെള്ളത്തിൽ ഒഴുകി എന്തുകൊണ്ടാണെന്ന്? എന്തുകൊണ്ടായിരുന്നു? അവൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിച്ചാൽ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതിന്റെ കൂടെ ഈ വരി എന്തായാലും എഴുതി വെക്കാം. ഉസ്കാ പാവ് ഫിസൽ ഓർ വഹ് പാനി മേം ഗിർപട, അവന്റെ കാല് വഴുതിയിട്ട് അവൻ വെള്ളത്തിൽ വീണു. അപ്പം വെള്ളത്തിൽ വീഴാനുള്ള സാഹചര്യം എന്തായിരുന്നു? അവൻ തോണി നാവ് ബഹാത്ത അല്ലെ, തോണി ഒഴുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് എന്ത് കാല് വഴുതിയിട്ട് വീണിട്ടുണ്ടായിരുന്നത്. 2 മാർക്കേ ഉള്ളൂ. ആ 2 കാര്യം എഴുതി വെച്ചാൽ മതി. തോണി ഉണ്ടാക്കാൻ പോയപ്പം കാല് വഴുതി വീഴുകയായിരുന്നു. അത്രയേ ഉള്ളൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? യെസ്, नदी में डूबते उतराते हुए नटखट बहुत डर गया था. इस अनुभव पर नटखट की डायरी. മിസ് എക്സാക്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നട്ട്കട്ടിന്റെ ഡയറി വരും. നട്ട്കട്ടിന്റെയും ചട്പട്ടിന്റെയും ഡയറി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ നട്ട്കട്ടിന്റെ ഡയറി വന്നിട്ടുണ്ട്. മക്കൾ എഴുതിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും. നട്ട്കട്ടിന്റെ ഡയറി എഴുതണം, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നട്ട്കട്ട് അനിയനാണ്. അപ്പൊ അവൻ പറയണം എന്താണ്, ഞാൻ വെള്ളത്തിലേക്ക് വീണു, ചേട്ടൻ എന്നെ രക്ഷിച്ചു, അമ്മയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഡയറി എഴുതുമ്പോൾ കൊടുക്കേണ്ടതൊക്കെ ശ്രദ്ധിച്ചിട്ട് ബോക്സ് ഒക്കെ കൊടുത്ത് ഡേറ്റ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കി എഴുതണം. എഴുതിയിട്ടില്ലേടാ എല്ലാരും? ഇനി നിങ്ങൾക്ക് അതിന് ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓർ ഏതെഴുതാം? നദി സേ ബച്നെ കെ അനുഭവ് കാ ജിക്ർ കർത്തേ ഹുയേ മിത്ര കെ നാം നട്ട്കട്ട് കാ പത്ര ലിഖേ. അപ്പൊ അവിടെ നടന്നിട്ടുള്ള ആ ദിവസം നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ആര്? നട്ട്കട്ട്. അതെ, നട്ട്കട്ട് അവന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു പത്രം എഴുതുകയാണ്. ലെറ്റർ ആണ്. ലെറ്റർ എഴുതണം. ഏതാ നിങ്ങൾ എഴുതിയിരിക്കുന്നേ? ലെറ്റർ ആണോ ഡയറി ആണോ എഴുതിയത്? അപ്പം ലെറ്റർ എഴുതണം. ലെറ്ററിലായാലും ഡയറിയിലായാലും ഒരേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പറയാം അല്ലേ? യെസ്, ലെറ്റർ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡേറ്റ് സ്ഥലമൊക്കെ കൊടുക്കുക. സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ എങ്ങനെ വേണം എന്ന് മിസ് പക്ക നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്ലിയർ? അടുത്ത ഏതാടാ? 7th ക്വസ്റ്റ്യൻ വരുന്നത് ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ 7 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ദേ ഇത് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. ഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? पर वो तो केवल रात में रहने के लिए यहाँ आते हैं. എന്താണ് അതിന്റെ മീനിങ്? അദ്ദേഹം രാത്രി നിൽക്കാൻ താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ആ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത്. ചിപ്കലിയാണ് അത് പറഞ്ഞത്. ചിപ്കലി കിസ്കെ ബാരെ മേ മേസാ കഹത്തി ഹേ. ചിപ്കലി ആരെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആരാണ് രാത്രി മാത്രം വീട്ടിലേക്ക് വരാറ്? ഫർഹാദ് ആയിരുന്നു. ഫർഹാദിന്റെ വീടായിരുന്നു അത്. ഉത്തരം ഏതാണ്? ഫർഹാദ് കെ ബാരെ മേ അല്ലേ? ഇതാണ് ഡി ആണ് ഉത്തരം. 4ാമത്തെയാണ് ഉത്തരം വരുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? യെസ്, കഹാനി കെ ലിയേ ഗർ ശീർഷക് കഹാം തക് ഉചിത് ഹേ. ക്ലിയർ? സെയിം ക്വസ്റ്റ്യൻ മിസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഹെഡിങ്, ഗർ എന്ന ഹെഡിങ് എത്രത്തോളം മാച്ച് ആണ്, സ്യൂട്ട് ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു? ഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ പേര് പോലെ തന്നെ ആ വീട് ഭയങ്കര സന്തോഷത്തിലുള്ളതായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? 2 മാർക്കാണ്. നിങ്ങൾ 2 വരി എഴുതി വെച്ചാൽ തന്നെ മതിയായിരുന്നു. എഴുതിയിട്ടുണ്ടോടാ എല്ലാരും? 9th ക്വസ്റ്റ്യൻ എന്താടാ മക്കളെ? प्रकृति का न करे शोषण यही है जीवन का पोषण का संदेश देते हुए पोस्टर तैयार करे.
പ്രകൃതി എന്ന് കണ്ടു, പോസ്റ്റർ എന്നും കണ്ടു. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, പ്രകൃതിയെ കുറിച്ചിട്ടാണ് പോസ്റ്റർ. പ്രകൃതിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോസ്റ്റർ ചോദിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ. ഒരുപാടെണ്ണം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, 4-5-6 പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 സിമ്പിൾ ആയിട്ടുള്ളത് പഠിച്ചു വെച്ചോളാം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചവർ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, പോസ്റ്റർ ആണ് പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച്. പിക്ചർ ഒക്കെ വരയ്ക്കാൻ പറ്റുന്നവർക്ക് നല്ല രസത്തില് ബോക്സ് ഒക്കെ വരച്ച് ഒരു പിക്ചർ ഒക്കെ വരയ്ക്കാം, വലുതാക്കി എഴുതി വെക്കാം. 4 മാർക്കായിരുന്നു. നെക്സ്റ്റ്, അതിനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രകൃതി, വീണ്ടും പ്രകൃതി ക്വസ്റ്റ്യൻ തന്നെയാടാ വന്നിരിക്കുന്നത്. എന്താണ്? പ്രകൃതി ഹേ തോ ജീവൻ ഹേ വിഷയ് പർ ആപ്കെ സ്കൂൾ മേം സംഗോഷ്ഠി ചലാനെ വാലി ഹേ. എന്താ സംഭവിക്കുന്നത്? പ്രകൃതിയിലാണ് ജീവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയാണ് ജീവൻ. അപ്പൊ എന്താണ്? ആ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ സ്കൂളിൽ ഒരു സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ ആണ് അല്ലേ? സെമിനാർ വരുമ്പം, സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റർ തയ്യാറാക്കുമ്പം ആ പോസ്റ്റർ എങ്ങനെ വേണം എന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ ഒരു പോസ്റ്റർ ചോദിച്ചത് ഇവിടെ വെറുതെ ഒരു പോസ്റ്ററാ ചോദിച്ചത്. അവിടെ സംഗോഷ്ഠി സെമിനാർ എന്നൊന്നും പറഞ്ഞില്ല. വെറുതെ ഒരു പോസ്റ്റർ ചോദിച്ചാലും എങ്ങനെ എഴുതണം, ഡിഫറൻസ് എന്താന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ്, അപ്പൊ അതാണ് പറഞ്ഞത്, സംഗോഷ്ഠി സെമിനാർ ആണ്. അപ്പൊ നിങ്ങൾ ബോക്സ് വരച്ച് ഹെഡിങ് കൊടുക്കണം. പരിപാടി എന്താണ്? സംഗോഷ്ഠിയാണ്. എന്നിട്ട് ഈ ഹെഡിങ് തന്നെ നിങ്ങൾക്ക് അവിടെ വലുതാക്കി കൊടുക്കാം. ഈ ഹെഡിങ് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ എന്താണ്, എവിടെയാ നടക്കുന്നത്, സമയം എപ്പോഴാണ്, സ്ഥലം എവിടെയാണ് എന്നുള്ളതെല്ലാം കൊടുക്കുക. ലാസ്റ്റ് എന്തെങ്കിലും കാര്യക്രമം, എന്തെങ്കിലും പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഇവിടെ ഹെഡിങ് വലുതാക്കി എഴുതുക. എന്നിട്ട് ഇവിടെ എന്താണ്, സ്ഥലം, ഡേറ്റ്, എപ്പോഴാണ് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതി വെക്കുക. അവസാനം സബ്കാ സ്വാഗത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സബ്കാ സ്വാഗത്, എല്ലാരും വെൽക്കം ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് വേണ്ടിയത്. സംഗോഷ്ഠിയാണ്, സെമിനാർ ആയിരുന്നു. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? യെസ്, എന്താണ്? ബഹുദിനോം കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്, നമ്മുടെ കവിതയാണ്. ആ കവിതയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെടാ പറയുന്നത്. എന്താണ്? കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കവിതയാണെങ്കിലും കവിതയുടെ ഒരു കുറച്ച് ലൈൻസ് തരും, എന്നിട്ടാണ് ക്വസ്റ്റ്യൻ വരിക എന്ന്. സെയിം ബഹുദിനോം കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിന് വരും എന്ന് മിസ് പറഞ്ഞിട്ടുള്ള സെയിം പോർഷൻ തന്നെ നിങ്ങൾക്ക് വരി വന്നിട്ടുണ്ട്. ആ കവിതയിലെ വരികൾ അത് തന്നെയാ വന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ? വരികൾ കഴിഞ്ഞിട്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ ചോദിച്ചിരിക്കുന്നത്? സമാൻ ആശയ വാലി പംക്തിയാം കവിതാംശ സേ ചുൻകർ ലിഖേ. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർത്ഥം കണ്ടുപിടിക്കാൻ, അതായത് ഒരു അർത്ഥം തരും, അത് ഏത് വരിയുടേതാണ്, ആ വരി എടുത്ത് എഴുതുന്ന ക്വസ്റ്റ്യൻ വരും എന്ന് മിസ് കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ പക്ക സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നിങ്ങൾക്ക് മീനിങ്, ഇതാണ് അർത്ഥം. എന്താണ്? മൻ പസന്ദ് ദേഹാന്തി ഗാനാ ഛഗ്നേ ഖാ മൗക്കാമില. ഇഷ്ടപ്പെട്ട ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ അർത്ഥം വരുന്ന വരി ഇതിൽ ഏതാണ്? ദേ ഇതാണ്. ബഹുദിനം കെ ബാദ് അബ്കി മേനെ ജി ബർഖായ. താൽ മക്കാൻ, ഇതാണ് കേട്ടോ. താഴത്തെ ലൈൻ അല്ല, ഇതാണ്. താൽ മക്കാൻ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ലൈൻ എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? कोष्ठक के शब्दों की मदद से वाक्य विस्तार करें. വാക്യ വിസ്താർ കരയും ക്വസ്റ്റ്യൻ വരുമെന്ന് മിസ് പറഞ്ഞിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ വേർഡ് പിരമിഡ് പോലെ അല്ലെ, വാക്യ പിരമിഡ് പോലെ എഴുതേണ്ടതാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതിയിട്ടില്ലേ എല്ലാരും? എന്താണ് ഇതില്ലടാ, ഒരു കാര്യം മിസ് പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് എഴുതാമായിരുന്നു. ഇത് ഈ കവിതയിലുള്ള സെയിം ലൈനാണ്. ഈ ലൈൻസ് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2 മിനിറ്റ് നോക്കിയവർക്ക് കത്തിയിട്ടുണ്ടായിരിക്കും, തലയിൽ കത്തിയിട്ടുണ്ടായിരിക്കും. ആ ആൾക്കാർക്ക് ഈ ലൈൻസ് നോക്കി കഴിഞ്ഞാല് ഇത് സുഖമായിട്ട് എഴുതാം. അങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയേ? ഈ പറയുന്നവർ അങ്ങനെ എഴുതിക്കോ, അല്ലാത്തവർക്ക് ആ വരികളിൽ നോക്കിയാൽ എഴുതാമായിരുന്നു കേട്ടോ. യെസ്, എന്താണ്? മേം ചൂപ്പായ, പിന്നെയോ മേം ജീബർ ചൂപ്പായ, ജീബർ എന്ന് ചേർക്കുക. അത് കഴിഞ്ഞിട്ടോ മേം ജീബർ ധൂൽ എന്താണ് പായ എന്ന് കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് ചന്ദൻ വർണി എന്ന് കൊടുക്കണം. 3 വേർഡ്സ് ആണ്. നോക്കിയേ, ഇതാ കണ്ടോ ഈ ലൈൻസ്? ഇതേ ചൂപ്പായ, ജീബർ, ചന്ദൻ വർണി, എല്ലാ വരികളും കവിതയിലുള്ളതാണ്. നിങ്ങൾ അത് എടുത്ത് ഇവിടെ വലുതാക്കി എഴുതിയാ മാത്രം മതി. 3 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ജഡ്പട്ട് ഓർ നട്ട്കട്ട് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ വന്നു. ആ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരു പോർഷൻ, ഒരു പാസേജ് തന്നിട്ടുണ്ട്, ഒരു പാരഗ്രാഫ്. ക്വസ്റ്റ്യൻ എന്താടാ വന്നിരിക്കുന്നത്?
സഹി പ്രസ്താവ് ചുൻകർ ലിഖേം, ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാ വേണ്ടിട്ട് പറഞ്ഞിരിക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, MCQ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? MCQ മൾട്ടിപ്പിൾ ചോയ്സ് ഒരുപാട് ഓപ്ഷൻ തരും, ശരിയായത് ഇങ്ങനെ എടുത്ത് എഴുതണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണിത് MCQ. എന്താണ് ശരിയായത് ഏതാന്ന് നോക്കിക്കോളൂ. മിത്ര കെ കാരൺ ജഡ്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ, എന്താണ് ഫ്രണ്ടിന്റെ കാരണം കൊണ്ടാണോ ജഡ്പട്ടിന് ആകെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നത്, ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നത്? ചേട്ടൻ ആണോ? നെക്സ്റ്റ്, പഡോസി കെ കാരൺ ജഡ്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ, പഡോസിയുടെ കാരണമായിരുന്നോ? അല്ലായിരുന്നു. ചോട്ടേ ബായി കെ കാരൺ, യെസ് അത് തന്നെയാണ് ആൻസർ. ഇനി നിങ്ങൾ താഴത്തോട്ട് വായിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്കറിയാം ആ ചാപ്റ്ററിൽ അനിയൻ കാരണമാണ് ചേട്ടൻ എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത് എന്നറിയാം. അപ്പൊ ഈ ഓപ്ഷൻ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, ഇത് നോക്കിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇതാണ് കറക്റ്റ് ആൻസർ, മൂന്നാമത്താണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? उभय प्रसंग पर माम और झटपट के बीच की संभवित बातचीत लिखे കോൺവെർസേഷൻ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജഡ്പട്ടും അമ്മയും നെഡ്കട്ടും അമ്മയും രണ്ട് കോൺവെർസേഷനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? 4 മാർക്കിന്റെ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോടാ. നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നേടാ? ഗർ കഹാനി, ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? 14ഉം 15ഉം ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സെയിം ദേ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിപ്കലി ക്യോം ഘർ ബദൽ രഹി ഹോഗി, എന്താണ് ചിപ്കലി വീട് മാറിയത് എന്തുകൊണ്ടായിരുന്നു? അതായത് ഫർഹാദ് വീട് മാറുമായിരുന്നു. ഫർഹാദ് വീട് മാറുമ്പം ചിപ്കലിയും കൂടെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഫർഹാദിന്റെ വീട്ടിൽ ചിപ്കലി എന്തായിരുന്നു? വളരെ സന്തോഷവാനായിരുന്നു അല്ലായിരുന്നോ? നിങ്ങൾക്ക് ഈ പാസേജ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എഴുതിയെടുക്കാൻ പറ്റും. 2 മാർക്കേ ഉള്ളൂ, നിങ്ങൾ 2 വരി എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താടാ? संकेतों की सहायता से फरहाद की चरित्रगत विशेषताओं पर टिप्पणी लिखे. ക്യാരക്ടർ സ്കെച്ച് ഏത് ചോദ്യം വരുമെന്ന് മിസ് പറഞ്ഞിരുന്നോ? സെയിം ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് പോലും, നിങ്ങൾക്ക് തന്നിട്ടുള്ള പോയിന്റുകൾ പോലും ഒരു മാറ്റവും വന്നിട്ടില്ല. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചതാണ്, ക്ലിയർ ചെയ്ത് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് എഴുതാം. ഓർ ഏത് ക്വസ്റ്റ്യൻ ആണ്? പ്രകൃതി സബ്കാ ഘർ ഹേ, എല്ലാവരുടെയും വീടാണ്. വിഷയ് പർ ലഘുലേഖ്, ആ വിഷയത്തിനെ കുറിച്ചിട്ട് ലഘുലേഖനം എഴുതാൻ. ഈ വിഷയം സെയിം പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് പറഞ്ഞ വിഷയത്തിന്റെ സെയിം ലേഖനം മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സെയിം ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. കറക്റ്റ്, ഒരു മാറ്റവും ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ അവിടെ എന്ത് എഴുതായിരുന്നു? ലഘുലേഖനം എഴുതായിരുന്നു. നെക്സ്റ്റ് എന്താടാ? അതെ ലാസ്റ്റ് വന്നിട്ടുണ്ട്, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നും ഒന്നുമല്ലാതെ പുറമേ നിന്ന് ഒരു കവിത വരും എന്ന് മിസ് പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് ഇതേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതോ ഒരു കവിതയാണ്, ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു കവിതയാണ്. ആ കവിതയെ കുറിച്ചിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? കവിതാംശ ആശയിലികെ, ആശയം എഴുതാനാ പറഞ്ഞിരിക്കുന്ന, ഒരു ആസ്വാദന ടിപ്പണി എഴുതണം നിങ്ങൾ. ഓക്കെ അല്ലേ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഴുതിയത് ആരാണ് എന്ന് നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. കവിതയുടെ ഹെഡിങ് നിങ്ങൾ എഴുതി വെക്കണം എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സർവേശ്വർ ദയാൽ സക്സേന എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആളുടെ കവിതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതണമായിരുന്നു. ഓക്കെ അല്ലേ? ഈ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെടാ? കവിതയിൽ എന്താണ്? ഭൂമിയെ കുറിച്ചിട്ടാണ്, പ്രകൃതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദോടി ധർത്തി പാവ് എന്ന് പറഞ്ഞാല് ഭൂമി, കുറച്ച് ഭൂമി എന്താണ്, നല്ല ഭൂമിനെ ഉണ്ടാക്കൂ, നല്ല ഭൂമിനെ നേടൂ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ആ വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ വരികളിലും മരങ്ങൾക്കൊപ്പം വളരാൻ വേണ്ടിയിട്ട് പഠിക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ മരങ്ങൾക്കൊപ്പം പൂക്കട്ടെ എല്ലാവരും, മരങ്ങൾ പോലെ പൂക്കട്ടെ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? ബച്ചയോർ പേടോം ദുനിയാക്കോ ഹർ ബർ രക്തേ ഹേ, എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ കുട്ടികളും മരങ്ങളും എന്താ ചെയ്യുന്നത്? കുട്ടികളും മരങ്ങളും ഒരേപോലെ ഭൂമിയെ എന്ത് ചെയ്യുന്നതാണ്? പച്ചപ്പോടെ നിലനിർത്തുന്നവരാണ് മരങ്ങളും കുട്ടികളും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നതെടാ? പിന്നെന്താണ്? നഹീം സമസ്തേ ഹോ, എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ? എന്താണ്? നമ്മൾ ചീത്തമായിട്ടുള്ള എന്തെങ്കിലും ദുഷ്പ്രവർത്തികൾ ചീത്തതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം അവിടെ എന്ത് സംഭവിക്കും? അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. നഹീ സമസ്തേ ജോ ദുഷ്കർമ്മ കാ വേ ഫൽ ചക്തേ ഹേ, അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതായത് പ്രകൃതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയെ നല്ല രീതിയിൽ നോക്കണം, സംരക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പണി തിരിച്ചു വരിക എന്നുള്ള ഒരു അർത്ഥമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്.
അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആശയം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ ദേ ഇവിടെ കുറച്ച് വേർഡ്സിന്റെ മീനിങ്ങും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഒന്നും അറിയാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ലൈനുകൾ എടുത്തിട്ട് എഴുതിയാലും നിങ്ങൾക്ക് 1, 2 മാർക്ക്, 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? അടിപൊളി എക്സാം അല്ലായിരുന്നോ? നമ്മള് പ്രതീക്ഷിച്ചിട്ടുള്ള, നമ്മള് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സെറ്റ് അല്ലായിരുന്നോ? നന്നാക്കി എഴുതിയിട്ടില്ലേ എല്ലാരും? ഇനിയിപ്പം അയ്യോ മിസ്സേ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല എന്നുള്ളവരാണെങ്കിൽ മിസ് പറഞ്ഞല്ലോ, മക്കൾ ആരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് എക്സാം ഒക്കെ ദേ ഇനിയും വരുന്നുണ്ട്. ഇനി നിങ്ങൾ പറ്റിയ മിസ്റ്റേക്ക് പറ്റാതെ അത് ശ്രദ്ധിച്ചിട്ടൊക്കെ എക്സാം എഴുതിയാൽ മതി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി അല്ലേ? മിസ് പറഞ്ഞല്ലോ, മിസ് വളരെ ഹാപ്പിയിലാണ്. കാരണം മിസ് പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നിട്ടുണ്ട്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ 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 ഓക്കേടാ. താങ്ക് യു.